വലിയ തോതിലുള്ള മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും നിറഞ്ഞു നിന്നത് മഴയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് LDF സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് ദിവസവും മഴ വന്നും പോയും വരുന്നതാണ്. കാലാവസ്ഥയുടെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചതിപ്രയോഗം പോലെയാണ്, ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് UDF നടത്തിയത്. അവര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒരു നിയോജക മണ്ഡലം തെരഞ്ഞെടുത്ത് അവിടുത്തെ LDF പിന്തുണയോടുകൂടി ജയിച്ച സ്വതന്ത്രനെ രാജിവെപ്പിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സൃഷ്ടിക്കുകയാണ് ഇത്. രാഷ്ട്രീയത്തിലെ നേർവഴിയല്ല, വലിയ ഗൂഢാലോചന അതിന്റെ പിന്നിൽ നടന്നു. കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം ജനങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ സബലീകരണമാണ് ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത്. പല പദ്ധതികളുടെയും പൂർത്തീകരണമാണ് നടക്കുക. ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നുവെക്കുന്ന ഭരണനിർവഹണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മൂന്നാമതും ഇടതുപക്ഷം എന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആലോചിക്കാനാവില്ല, കേരളത്തിലെ പ്രതിലോമ ചേരിക്കും ആലോചിക്കാനാവില്ല. അതുകൊണ്ട് നേരിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ബലാബല പരിശോധന നടത്തുന്നതിന് മുമ്പായിട്ട് കൃത്രിമമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ നിലമ്പൂരിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടത്.